ഹലോ, ഇന്ന് ഏപ്രിൽ 2 പെസഹ വ്യാഴം. അപ്പം ഞാൻ എൻ്റെ ഈ ദിവസത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. രാവിലെ ഞങ്ങൾ 4 പേരും ഞങ്ങളതിന് കുമ്പസാരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈസ്റ്ററിൻ്റെ മുമ്പ് കുമ്പസാരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മൾ കുമ്പസാരിക്കാനായിട്ട് നമ്മൾ 2-3 പള്ളികളിൽ പോയി നോക്കി. കാരണം ഈ ദിവസങ്ങളൊന്നും എല്ലായിടത്തും കുമ്പസാരം ഇല്ലാത്തതാണല്ലോ. അവസാനം നമുക്ക് ഭരണയാനം പള്ളി ചെന്ന് നമ്മൾ കുമ്പസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് നമ്മൾ അമ്മേൻ്റെ വീട്ടിലോട്ട് പോയി. എൻ്റെ അമ്മയുടെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളൂ. അത് ആക്ച്വലി ഭയങ്കര വലിയ ബെനിഫിറ്റാണ് കേട്ടോ. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിച്ചെല്ലാം. അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഗ്രാൻഡ് പാരൻസ് മാത്രമേ ഉള്ളൂ, പപ്പയും മമ്മിയും മാത്രമേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റും. പിന്നെ എപ്പോഴും തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതുമാണ്. അപ്പം ഇന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അങ്കിളും ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുരിശപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എന്നോട് സ്മിത ആൻറ്റി പറഞ്ഞു തരുമായിരുന്നു, കുരിശപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നന്മ എന്ന് പറയുമ്പോൾ ചെല്ലിക്കൊണ്ട് വേണം അപ്പം ഉണ്ടാക്കാൻ, അല്ലാണ്ട് ആ സമയത്ത് തന്നെ അധികം മിണ്ടാനൊന്നും പാടില്ല എന്ന്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്ത് അത് കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ബിക്കോസ് വൈകുന്നേരമായിരുന്നു ഇവിടെ പള്ളിയിലെ പരിപാടിയും കുർബാനയും ബാക്കി ഓഫറിങ്സ് എല്ലാം വൈകുന്നേരമായിരുന്നു. അപ്പം പള്ളിയിൽ പോകണമെന്ന് വൈകുന്നേരം, അതിൻ്റെ ക്ലിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ എല്ലാം തന്നെ രാത്രിയൊക്കെ അപ്പോൾ വീട്ടിൽ വന്ന് കുളിച്ചപ്പോൾ നല്ല ചക്കപ്പഴം തൊലിയെല്ലാം കളഞ്ഞിരിഞ്ഞ് വെച്ചേക്കോ, തിന്നാൽ മാത്രം മതി. നല്ല മധുരമുള്ള ചക്കപ്പഴമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പഴം. അതിങ്ങനെ വൃത്തിയൊക്കെ തരുവാണ് കഴിക്കാൻ നല്ല സുഖമല്ലേ. അപ്പം ചക്കപ്പഴമൊക്കെ കഴിച്ചു. പിന്നെ ഈസ്റ്റർ എഗ്ഗ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം യാത്രയൊക്കെ ആയിരുന്നു, നമുക്ക് അപ്പം മുറിക്കേണ്ട ആ ഒരു ടൈമൊക്കെ ആയല്ലോ. അപ്പം എല്ലാവരും അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ ചുമ്മാ ഡയലോഗൊക്കെ അടിച്ച് എല്ലാം കൂടെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കും. പിന്നെ അങ്ങനെ പെസാപ്പം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ ചെറുതായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് അപ്പം മുറിക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ ഗൃഹനാഥൻ, അതായത് ഏറ്റവും മൂത്ത ആളാണ്, നമുക്ക് അപ്പം മുറിച്ച് എല്ലാവർക്കും തരും. പ്രായം അനുസരിച്ച് എല്ലാവർക്കും തരും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു ബർത്ത്ഡേ പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചേട്ടായുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്, ഏപ്രിൽ 2. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ആ ബർത്ത്ഡേയും കൂടെ ഒന്ന് ആഘോഷിച്ചു. ഞങ്ങൾ കുറേ കാലം കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിലൊന്ന് ഒരുമിച്ച് കൂടുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരിക്കും, അല്ലെങ്കിൽ അനിയത്തി ചെന്നൈയിലായിരിക്കും. അങ്ങനെ പലരും പല സ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടുന്നത് ഭയങ്കര റെയറാണ് ഞങ്ങൾക്കിപ്പം ഈ ഇടയായിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എന്നോട് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളും സന്തോഷങ്ങളും അതെല്ലാം കഴിഞ്ഞ് ഉടനെ അടുത്തടുത്തോട്ട് പോയി അടുത്ത പെസഹ ആഘോഷിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ വീട് അടുത്താണ്. അപ്പം പെസഹ ആകുമ്പം ഒരിടത്ത് അപ്പം മുറിച്ച് കഴിഞ്ഞിട്ട് ഉടനെ വണ്ടി പിടിച്ച് അടുത്ത് അമ്മയുടെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് അവിടെ നമ്മൾ അങ്കിളും ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും കൂടെ കൂടി പെസഹ അപ്പമൊക്കെ മുറിച്ച് അങ്ങനെ എൻ്റെ ഒരു കുട്ടി പെസഹ ദിവസം തീർന്നു. അപ്പോൾ ബൈ.